നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആദ്യനും അന്ത്യനുമായി നിത്യനായി ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ ജ്ഞാനമായി ഉയർത്തെന്നേറ്റവനായി ക്രിസ്തുവേശുവിനോടുകൂടെ ഞങ്ങൾക്കൊരു കൂട്ടായ്മ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നീ കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം. തിരുവെഴുത്തുകളെ ധ്യാനിപ്പാതൊക്കെ വേണം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ, അടിയനെയും കർത്താവ് സന്ദർശിച്ച് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നാട്ടെ കർത്താവെ, ഞങ്ങളുടെ നാവുകൾ തുറന്നാട്ടെ കർത്താവെ. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തെ കർത്താവ് വിശദീകരിക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. സാമാന്യമായതൊന്നും വിശുദ്ധമായതിനെ വേർതിരിപ്പതൊക്കെ വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ ദേശങ്ങൾക്കുമായി അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കായി നിന്റെ നാമത്തെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ പ്രായശ്ചിത്ത രക്തം ഏതുപാട്ട് വിശദീകരിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളായിരുന്നു. സ്തോത്രം. റോമാലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നാണ് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു വാക്ക് പറയട്ടെ. ഇന്നലെ റെക്കോർഡിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു പോയി. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഡേ 37 ക്ലാസ് തന്നെ അല്പസമയം ഒന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ 38 കടക്കുന്നത്. രണ്ടും കൂടെ ഒന്നായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ കേട്ടിട്ടുള്ളവർക്ക് വിരസത വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്. സ്തോത്രം. നമുക്ക് ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനകത്ത് ഓഡിയോ ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയം തന്നെ അല്പമായിട്ടൊന്ന് പറയേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നവർക്ക്, യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് അത് ഉപകാരമായി തീരുകയുള്ളൂ. നമ്മൾ റോമാലേഖനത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു, ക്രിസ്തീയ മതത്തിൻ്റെ അല്ല, ക്രിസ്തു മതത്തിൻ്റെ ഉപദേശമല്ല പഠിപ്പിക്കുന്നത്. സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലൊരു വിശ്വാസ ജീവിതം പുലർത്താൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ മതത്തിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ മതത്തിൽ മുറുകെ പിടിക്കുന്നവരൊക്കെയും തന്നെ ഏകദേശം BC 2400 മുൻപായിട്ട് തന്നെ ബാബിലോണിൽ നിന്ന് ആരംഭിച്ച വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്ന മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ സ്തോത്രം, ആ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്തോത്രം പുറത്തിരിക്കുന്നതായ ആ ധൂമ്രവസ്ത്രം ധരിച്ച സ്ത്രീയുടെ, ആ വേശ്യ സ്ത്രീയുടെ തന്നെ വേശ്യ മക്കളായിരിക്കുന്ന സ്തോത്രം മതവിഭാഗങ്ങളാണ്. ഏതൊരു മതം തന്നെ പറഞ്ഞാലും സ്തോത്രം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതായത് ക്രിസ്തു തലയായിരിക്കുന്ന, ക്രിസ്തു മതമല്ല അത് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ളത്. ഇതിൻ്റെ തന്നെ ഡിഫറൻസ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം വരികയുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് സ്ഥാപിക്കുന്നത്. അല്ലാതെ ഒരു മതത്തിൻ്റെ ഉപദേശമല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന്. അത് നമ്മൾ 1-2 അധ്യായങ്ങൾ നമ്മൾ വളരെ ശക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് പ്രൂവ് ചെയ്തു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അപ്പോൾ പാപം എന്നതിൻ്റെ ഉത്ഭവം വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ തന്നെപ്പോലെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയെന്ന് പറയുമ്പോൾ താൻ എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ, താൻ അനന്യനായിരിക്കുന്നുവോ, താൻ നിത്യനായിരിക്കുന്നുവോ, അതേപോലെയുള്ള സകല സൽഗുണങ്ങളോടും കൂടെ തന്നെയാണ്. എന്നാൽ മനുഷ്യനായിട്ട്, ദൈവമായിട്ടല്ല മനുഷ്യനായിട്ടാണ് അവൻ സൃഷ്ടിച്ചിരുന്നത്. സ്തോത്രം. എന്നാൽ അവനൊരു കൽപ്പന കൊടുത്തു, തൻ്റെ ഹിതം ചെയ്യുമോ അല്ലെങ്കിൽ ദൈവഹിതം ചെയ്യുമോ എന്ന് പരീക്ഷിച്ചറിയുമ്പോഴത്തേക്ക് വേണം തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മത്തന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. സ്തോത്രം. സ്തോത്രം. എല്ലാ മോറൽ ഏജൻസിനെയും പരിശോധിപ്പാൻ, അതായത് പരിശോധനയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്: ദൈവഹിതം ചെയ്യുമോ സ്വന്തം ഇഷ്ടം ചെയ്യുമോ. ഇതിനു വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച, കണ്ണിങ്ങായിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ശൈത്താൻ എന്ന് പറയുന്നത്. ദൈവത്തിന് അതീതമല്ല, ദൈവത്തിന്റെ മേളിലല്ല, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തുള്ളവനുള്ളവനാണ്. സ്തോത്രം. അപ്പോൾ അവനെ കൊണ്ട് പരീക്ഷിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതത്തിന് പകരം സ്വന്തം ഇഷ്ടം ചെയ്തു, ദൈവ കൽപ്പനയെ ലംഘിച്ചു. അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ ആദാമില്
അവന്റെ സന്തതി പരമ്പര എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ആദാമിൽ നിന്നാണല്ലോ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും ക്രിസ്തു ഒഴികെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് കിട്ടിയ പാപത്തിന്റെ ശിക്ഷകൾ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ വരുന്നത്. സ്തോത്രം. ആദാമിന്റെ പാപത്തിന്റെ ശിക്ഷകൾ. സ്തോത്രം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇൻബിൽഡ് ആണ്, നമ്മുടെ നേച്ചറാണത്. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് പാപപ്രവർത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പാപം എന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താലും മരണവും ലോകത്തിൽ കടന്നു എന്ന് പറയുമ്പോൾ റോമൻ 5:12 എല്ലാവരും തന്നെ ആദാം പാപം ചെയ്ത സമയത്ത് അവനിൽ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അതോ ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ഭൂമി വെളിപ്പെട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രാദിന്റെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ നമുക്ക് അബ്രാഹാം മൽക്കിസേദെക്കിന് ദശാംശം കൊടുക്കുന്ന സമയത്ത് ലേവി അവന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നു പറയുന്നതല്ലോ. ആ ഒരു ഡോക്ടറിനെ എടുത്താൽ മതി. അതെല്ലാം നമ്മുടെ സൈഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതല്ല. ആ പാപവും പാപപ്രവൃത്തി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എന്നാൽ പാപത്തിന് ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നില്ല. പക്ഷേ തന്റെ ഓമനപുത്രനെ, തന്റെ ഏകജാതനായവനെ തന്നെ നമുക്ക് പകരമായിട്ട് മനുഷ്യനായിട്ട്, മനുഷ്യ പോലെ പ്രാണനും ശരീരവും ആത്മാവുമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ അയക്കുകയും ന്യായപ്രമാണത്തിൽ കീഴിലയക്കുകയും ന്യായപ്രമാണം നിവർത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് പകരക്കാരനായി ശിക്ഷ അനുഭവിച്ചു. അവൻ നമുക്ക് പകരക്കാരനായി അനുസരണമല്ല അനുഭവിച്ചത്, അല്ലെങ്കിൽ അവൻ അനുസരിച്ച അനുസരണം നമുക്ക് പകരമായിട്ട് കണക്കിടുന്നില്ല. റോമാലേഖനം 5:19 പറയുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്നൊരു വാക്യം എടുത്തുകൊണ്ട് യൂണിവേഴ്സൽ സാൽവേഷൻ എന്നൊരു തിയറി ഉണ്ട്. തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്ഷൻ ഒന്നുമില്ല, വിശ്വസിക്കേണ്ട ആവശ്യകത പോലുമില്ല. എന്നാൽ അത് തെറ്റാണ്. പക്ഷേ അവന്റെ അനുസരണമല്ല നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുന്നത്, അവന്റെ പാപയാഗം, അവന്റെ സഫറിങ് ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി തരുന്നത്. കാരണം അനുസരണമുള്ളവനായി, മരണത്തോളം ക്രൂശിലെ അനുസരണമുള്ളവനായിക്കൊണ്ട് താനായിരുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ നിയമപ്രകാരം അവൻ മരിക്കാൻ പാടില്ല. എന്നാൽ അവന്റെ ഫ്രീ വില്ലില് അവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിനുമുള്ളതായ ശിക്ഷ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി താൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ തന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി നമുക്ക് പകരം ശിക്ഷ അനുഭവിച്ചു. എന്നിട്ട് റോമാലേഖനം 3:5 പറയുന്നത് പോലെ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഈ പ്രായശ്ചിത്തം എന്ന വാക്കിന് വലിയ വിലയുണ്ട്, വലിയ വിലയുണ്ട്. പകരക്കാരനായിട്ടുള്ള അറ്റോൺമെന്റ് അല്ലെങ്കിൽ യാഗമായി തീരുന്നത്. നമ്മുടെ പാപത്തിന് ശിക്ഷ അവൻ വഹിക്കുമ്പോൾ മാനവജാതിയുടെ മേലുള്ളതായിട്ടുള്ള വിധി, ന്യായവിധി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. അങ്ങനെ ദൈവത്തിന് മനുഷ്യരോട് കരുണ കാണിക്കാൻ പറ്റുന്നു. ദൈവ നീതിക്ക് സാറ്റിസ്ഫാക്ഷൻ വരാത്തിടത്തോളം ഒരൊറ്റ മനുഷ്യനോട് പോലും ദൈവത്തിന് കരുണ കാണിപ്പാൻ ദൈവിക ഭരണകൂടം, ദൈവത്തിന്റെ മനസ്സാക്ഷി അനുവദിക്കില്ല. അപ്പോൾ പാപം, ബേസിക് പാപത്തിന് ശിക്ഷ, ക്ഷമയില്ല, ശിക്ഷയേ ഉള്ളൂ. ആരെങ്കിലും ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ആദാമിൽ ലഭിച്ചതായ പാപത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യമായ മരണം, അതിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് നിത്യനരകം, പാതാളം എന്ന് പറയുന്നത്. അവിടെ പോകുകയുള്ളൂ. ഇത് ഒരു ഡിനോമിനേഷന്റെ ടീച്ചിങ് അല്ല ഞാൻ പറയുന്നത്, ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ബേസിക് ഫൗണ്ടേഷനാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ വ്യക്തിപരമായ നീതീകരണമല്ല ദൈവം കണക്കിടുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച നീതീകരണമാണ് സൗജന്യമായിട്ട് കണക്കിടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃപ പെരുകേണ്ടത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവന് ദൈവം അല്ലെങ്കിൽ ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളല്ല, യേശു ക്രിസ്തുവിന്റെ നീതിയാണ് നമുക്ക് കണക്കിടുന്നത്. ഇതാണ് ഏറ്റവും വലിയായിട്ട് ബൈബിളിൽ നമുക്ക് ലഭിക്കുന്ന ദാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ്. സ്തോത്രം. അങ്ങനെ ഇതെല്ലാം നാം ചിന്തിച്ചു. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുക മുഖാന്തരം സൗജന്യമായ നീതീകരണം പ്രാപിച്ചവരുടെ സാമൂഹിക തലത്തിലും ചർച്ചിന് അകത്തുമുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും. ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, നമ്മുടെ നിരന്തരമുള്ള പ്രവർത്തികളിൽ കൂടെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ
നമുക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ ചർച്ചിനകത്ത് പൗലോസ് ചർച്ചിനെ ഒരു ശരീരമായിട്ട് ഉപമിച്ചുകൊണ്ട്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളെ പ്രവൃത്തി ഒന്നല്ല താനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഒരു അവയവവും അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒരു അവയവം അതിന്റെ സ്ഥാനത്ത് സ്വമേധയ വന്നല്ല. തലയുടെ ഇതപ്രകാരം തലയിൽ നിന്നാണ് അതിന് നിയന്ത്രണം വരുന്നത്. ഒരു അവയവം മറ്റൊരു അവയവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോന്നിനെയും അത് അതിന്റെ സ്ഥാനത്ത് യുക്തമായ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, സ്തോത്ര പ്രവചനമെങ്കിലും വിശ്വാസത്തിനൊത്തവണ്ണം ശുശ്രൂഷയെങ്കിലും ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവർ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ആയിരിക്കണം, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ആയിരിക്കണം, കരുണ ചെയ്തവൻ പ്രസന്നതയോടെ ആകട്ടെ, സ്നേഹം നിർവ്യാജമാകട്ടെ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ ചിന്തിച്ചതാണ്. ആരെങ്കിലും ആദ്യമായിട്ട് യൂട്യൂബ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകളിൽ പോയി കേൾക്കാം. നിർവ്യാജ സ്നേഹം വരണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് രണ്ടാം തലമുറയ്ക്ക് സുവിശേഷം കൈമാറുമ്പോൾ തിമോത്തിയോസ് ലേഖനത്തിലെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആജ്ഞയുടെ ഉപദേശമോ, അതായത് എഫെസ്യസിൽ പാർക്കണം, അന്യത ഉപദേശിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്, കൽപ്പിക്കേണ്ടതിന് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് വാക്യൊന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് അതൊന്ന് ചിന്തിക്കാൻ പ്രേരണ നൽകുന്നതുകൊണ്ട് നമുക്ക് ആ ഭാഷത്തേക്കൊന്ന് കിടക്കാം. എല്ലാവരും വാക്യം എടുക്കുക. 1 തിമോത്തിയോസ് 1st ചാപ്റ്ററിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായിരിക്കണം. 3 തുടങ്ങി വായിക്കാം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്, വെറുതെ പറയേണ്ടതിനല്ല, കൽപ്പന കൊടുക്കേണ്ടതിന്. ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് ഗോളത്തിൽ തന്നെ മന്ത്രിമാര് ചർച്ച് എന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന്, ആലയ ഉദ്ഘാടനത്തിന്, കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മന്ത്രിമാര്, രാഷ്ട്രീയക്കാര്, അല്ലെങ്കിൽ ഇതര ക്രിസ്തീയ സമുദായങ്ങളിലുള്ള നേതാക്കന്മാര് വന്ന് ക്രിസ്ത്യന്റെ അഭിഷക്തരായ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സമ്മേളിക്കുന്ന സ്ഥാനത്ത് വിളിച്ചു വരുമ്പോൾ യഥാർത്ഥ ഉപദേഷ്ടന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? അവരോട് ആജ്ഞാപിക്കണം. അന്യത ഉപദേശിക്കരുതെന്ന് ആജ്ഞാപിക്കണം, കൽപ്പന കൊടുക്കണം. ഈ ദിവസങ്ങളിൽ വായ തുറന്നാൽ അടുത്തത് വക്കീൽ നോട്ടീസാ വരുന്നത്. ഇവരൊന്നും ക്രിസ്ത്യാനി അല്ല. ഇവരൊന്നും ലഭിക്കാത്ത എന്താ? വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിലല്ല നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിലല്ല നിൽക്കുന്നത്. മതത്തിൽ വിശ്വസിക്കുകയാണ്, ഡിനോമിനേഷനിൽ വിശ്വസിക്കുകയാണ്. ഇതൊക്കെയും മർമ്മം മഗതിയ ബാബിലോണിന്റെ വേശ്യാപുത്രിമാരിൽ പെട്ടതാണ്. ആന്റി ക്രൈസ്റ്റ് ആണ് അവർ ഭരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവളെ ഈ പറഞ്ഞ എല്ലാത്തിന്റെയും കൂട്ടത്തില് ആന്റി ക്രൈസ്റ്റ് തന്നെ നശിപ്പിക്കുന്ന 16-ാം വാക്യം, 17-ന്റെ 16-ാം വാക്യം. പെന്തിക്കോസ്ത് പോലും നല്ലൊരു സമുദായം ഉണ്ടാകും. മറ്റൊരു മാത്രമല്ല, വേശ്യാപുത്രിമാരായിരിക്കുന്ന ഈ മർമ്മം മഗതിയം ബാബിലോണിന്റെ, അതായത് അന്യത ഉപദേശിക്കുകയും അപ്രകാരം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, ആജ്ഞ കിട്ടിയിട്ടും കൽപ്പന കിട്ടിയിട്ടും ഉപദേശിച്ചും തിരിച്ചു മത്സരിക്കുന്നവർക്കുള്ള ഭാഗം തന്നെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാര്യം അതല്ല. ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചത് പോലെ ഇപ്പോഴും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ എന്തിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ മന്ത്രിമാരെ വിളിക്കരുത്, രാഷ്ട്രീയക്കാരെ വിളിക്കരുത്, ഇതര മതസ്ഥരെ വിളിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്, ദൈവത്തിന്റെ പ്രത്യേക അഭിഷക്തന് മാത്രമേ ക്രിസ്തു വസിക്കുന്ന സ്ഥലത്ത് വരാൻ പാടുള്ളൂ, ചർച്ചിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വേണമെങ്കിൽ എന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാ പറയുന്നത്? ശുദ്ധ ഹൃദയം ഉണ്ടാകുവാൻ, നല്ല മനസ്സാക്ഷി ഉണ്ടാകാൻ, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം മതി. എക്യുമെനിക്കൽ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ തോളിലും കൈയിട്ടിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടോ മറ്റു ഇതര സമുദായങ്ങളിൽ എന്തെങ്കിലും ആക്രമണം വന്ന് ഒന്നിച്ചു ചേരുന്നതല്ല ക്രിസ്തീയ വിശ്വാസം. അത് ക്രിസ്തീയ മതമാണ്. മർമ്മമൈദിയ ബാബിലോണിന്റെ പുത്രിമാരാണ്. ആന്റി ക്രൈസ്റ്റിനാൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നതാണ്. അതിനുവേണ്ടി ആന്റി ക്രൈസ്റ്റിനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ ബോഷ്ക്ക് വിശ്വസിക്കുമാർ ന്യായം വിധിച്ചെന്ന് പെടേണ്ടതിന് ബോഷ്ക്ക് വിശ്വസിക്കുമാർ ദൈവം തന്നെയാണ് വ്യാജത്തിന്റെ വ്യാപാരശത്തിൽ അധിക്കുന്നത്. അപ്പോൾ നിർവ്യാജ വിശ്വാസത്തിൽ ഉളവാകുന്ന സ്നേഹം,
ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. ഈ നിർവ്യാജ വിശ്വാസം ഉണ്ടായി വരുവാൻ വേണ്ടിയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ഫണ്ടമെന്റൽ ഡോക്ടറിൻ എന്നാണ് എടുക്കുന്നത്. സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിർവ്യാജ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അപ്പൊ നിർവ്യാജ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നിർവ്യാജ വിശ്വാസം ഉണ്ടാകണം, ശുദ്ധ ഹൃദയം ഉണ്ടാകണം, നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. ഇതെല്ലാം ക്രിസ്തുവിന്റെ രക്തത്താൽ, ഹൃദയം മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിക്ക് എന്തെങ്കിലും കറകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം അവന്റെ രക്തത്താൽ ക്ലീൻ ചെയ്യപ്പെടണം. നമ്മൾ ആദാമിൽ ലഭിച്ചതായിട്ടുള്ള പാപം ക്രൂശിൽ യേശു ക്രിസ്തുവിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. അതിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ നീതീകരണമാണ്. പിന്നെയും നമ്മളുള്ളതായിട്ടുള്ള കുറവുകൾ, സ്ലിപ്പുകൾ, ഇവ കാര്യങ്ങളെയാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ നീതിമാൻ യേശു ക്രിസ്തു കാര്യം നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല പാപങ്ങളെ പോയി നമ്മുടെ അതിനെ പോക്കുന്നവനാണ്. അവന്റെ രക്തം അതിന് മതിയായതാണ്. അങ്ങനെ നമ്മുടെ മനസ്സാക്ഷി ക്ലീനാക്കി നിർവ്യാജ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ നിർവ്യാജ സ്നേഹം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ്, തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റും. എല്ലാം കേട്ട് ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം കേൾക്കാം, നമുക്ക് ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കാം. തീയതിന് വെറുത്തേ പറ്റുള്ളൂ. സത്യോപദേശത്തിലല്ലാത്ത പ്രസംഗം എത്ര വലിയ ശ്രേഷ്ഠൻ, എത്ര ഡിഗ്രി ഉണ്ടായാലും, എത്ര PhD ഉണ്ടായാലും അവൻ പറഞ്ഞാൽ അത് തീയത് തന്നെയാണ്. അതിനെ വെറുക്കുന്നത് പാപമല്ല, ദൈവ കൽപ്പനയാണ്. തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റി നിൽക്കുക. ഇത് ചർച്ചിനകത്ത് എന്ന് പറഞ്ഞു വരുന്നത് ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യ നീതീകരണം പ്രാപിച്ചവരുടെ ഫലങ്ങളുടെ പ്രൊഡക്ഷൻസ്, ഔട്ട്കംസിനെ കുറിച്ച് പറയാണ്. ഇതില്ല, എല്ലാത്തിനും തോളിൽ കൈയിട്ട് നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ? നീ വിശ്വസിച്ചിട്ട് സൗജന്യമായി നീതീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവം നിന്നെ നീതിമാൻ എന്ന് കൗണ്ട് ചെയ്തിട്ടില്ല. നീ ഇന്നും ശിക്ഷാവിധി ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, ഇവരൊന്നും സ്വർഗത്തിൽ പോവുകയില്ലോ. ദൈവ സ്നേഹം തന്നെയല്ലോ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ദൈവം കരുണാസമ്പന്നയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. യെസ്, പക്ഷേ ദൈവം തന്റെ നീതിയെ കണക്കിടാതെ, ദൈവം തന്റെ നീതിയെ നിവർത്തിക്കാതെ, അതിന് വിശ്വസിക്കാതെ ഒരുവനോടും കരുണ കാണിക്കുന്നവനല്ല. അങ്ങനെ കരുണ കാണിച്ച പിന്നെ അവൻ ദൈവമല്ല. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നവൻ തന്നെയാണ് ദൈവം. ദൈവത്തിന്റെ ആർബിട്രറി വില്ലിലല്ല ദൈവം ഭരണം നടത്തുന്നത്, സ്വേച്ഛാധികാരത്തിലല്ല ദൈവം ഭരണം നടത്തുന്നത്. ഡിവൈൻ ലോക്ക് അനുസരിച്ചുകൊണ്ടാണ് ശക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ സ്നേഹം നിർവ്യാജ വിശ്വാസത്തിൽ ഉത്ഭവിക്കുന്ന സ്നേഹത്തിന് പറയാണ് സഹോദര പ്രീതി തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ഈ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ചവൻ മാത്രമേ ഉള്ളൂ. വിശ്വാസ ഗോളത്തിൽ എത്ര പെർസെൻറ്റേജ് അതുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നീതീകരിക്കപ്പെട്ടവനാണോ ഇല്ലയോ. സ്ലിപ്പുകൾ ഉണ്ടാകാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നിമിഷം തോറും ഉണ്ടാകാം. പക്ഷെ അവിടെ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അകത്തുനിന്ന് നമുക്കൊരു പ്രേരണ തരും. നിന്നോട് കൂടെ ക്രിസ്തുവിൽ ഒരു അവയവമായിരിക്കുന്നതിനെ നീ ബഹുമാനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥിരതപ്പുണ്ട്. ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, തമ്മിൽ 2 പേര് 4 പേരും കൂടെ ചേർന്ന് ബഹുമാനിക്കുന്നതിൽ, മറ്റൊന്നുവരും ബഹുമാനിക്കുന്നതിന്. കുടുംബത്തിനകത്താണെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, പാരൻസ് ടു ചിൽഡ്രൻ, ചിൽഡ്രൻസ് ടു പാരൻസ്, ഇതെല്ലാം റോമാലേഖനം, പത്രോസ് ലേഖനം, അപ്പീസ് ലേഖനം, കുളോസി ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയും. ഇത് വരണമെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് സാധ്യമല്ല. ക്രിസ്തു നമ്മിൽ വസിച്ച് അവൻ നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ച് കൊണ്ട് നാം അനുസരണമുള്ളവരായി തീർന്നാൽ മാത്രമേ ഈ ഫലങ്ങൾ നമ്മളിൽ കൂടെ ചർച്ചിനകത്ത് വരികയുള്ളൂ. ഇന്ന് പെന്തിക്കോസിനകത്തൊക്കെ മറ്റൊരു വിരൽ ചൂണ്ടി ഇതാണോ പെന്തിക്കോസ്? ഇസ്രായേൽ മക്കളെ AD 70 ലോകത്തിന്റെ നാനാഭാഗത്തും ചിതറിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നേരത്തെ പ്രവാചകൻ കൂടെ പറഞ്ഞു വെച്ചു, ഇവർ യഹോവയുടെ ജനം എന്ന് ജാതികൾ നിന്ദിച്ചത് കൊണ്ട് ദൈവം പറയാണ്. എസേക്കിയേൽ 39 കാര്യം പറയുന്നത്. അവര് നിന്ദിച്ചത് കൊണ്ട്, ഇസ്രായേലിന്റെ ഗുണം കൊണ്ടല്ല പറഞ്ഞത്. അവർ ഇത് യഹോവയുടെ ജനം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ നാനാ സ്ഥലത്തുനിന്നും കൂട്ടിവരുത്തി തിരിച്ചുകൂടെ കൊണ്ടുവരും. പർവ്വതങ്ങളോട് കൽപ്പന കൊടുക്കുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം കായ്ക്കാൻ.
ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ദുഷിക്കപ്പെട്ടു. ഇന്ന് അത് നിഴലായിരുന്നു, ഇത് പൊരുളായിരിക്കുന്ന ഇസ്രായേല് ക്രിസ്ത്യൻ ചർച്ച് ശരിയായ ഉപദേശത്തിൽ നിൽക്കാത്തത് കൊണ്ട് ജാതികൾ പറയാണ് പെന്തിക്കോസ്, നീയ പെന്തിക്കോസ്. എവിടെ പോയാലും കൃപാസന മാതാവിനോട് ഉടമ്പടി ചെയ്യുക. ഈ കൃപാസനം എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എന്നിട്ട് പ്രവചനം കൊണ്ടെടുക്കുക. അവരും ചില ആത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. വെറുതെ അവിടെ ആൾക്കാർ കൂടുന്നത്, തേനുള്ളടുത്ത് തേനീച്ച കൂടുന്നത് പോലെ അള്ളി പിടിച്ച് കയറുന്നു. ഇടയ്ക്കിടയ്ക്ക് കൂണ് മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ മുളയ്ക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കൂണ് ചീഞ്ഞു പോവും, പുഴുവയ്ക്കും. അതേപോലെ തന്നെ എവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ട് ചില കൂട്ടായ്മകൾ മുളച്ചു വരും. കുറച്ച് കഴിയുമ്പോൾ പുഴുവെച്ച് പോകുന്നത് കാണാം. പിന്നെ അവർ കള്ളന്മാരുടെ ഗുഹയായി തീരും. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല, കുറച്ച് കാര്യവും തീർക്കാനുണ്ട്. അങ്ങനെ സഹോദര പ്രതി തമ്മിൽ സ്ഥായിക്കൊണ്ട് ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിടണം. ഉത്സാഹത്ത് ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ചർച്ചിനകത്ത് നമ്മൾ വരേണ്ടതായിട്ടുള്ള ഫലങ്ങളിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ ആരെ സേവിക്കുന്നത്? മറ്റൊരുവരെ നമ്മൾ മാനിക്കുമ്പോൾ കർത്താവിനെയാണ് സേവിക്കുന്നത്. അവരെന്നേക്കാൾ ജൂനിയർ അല്ലയോ? അവർ ഇന്നലെ വന്ന വിശ്വാസി അല്ലയോ? ഞാൻ 10-30 വർഷമായി ഞാൻ പാസ്റ്റർ അല്ലയോ? ഞാൻ പ്രവാചകനല്ലയോ? ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നീ താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ട് കൊള്ളുക. പിന്നെ അവിടെ ലക്ഷ്യം വരുന്നത് സ്തോത്രം. അടുത്തവർ ആശയിൽ സന്തോഷിപ്പി. ഇതുവരെ നമ്മൾ ഇത്രയും സംസാരിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ റെക്കോർഡിങ്ങിൽ ഓഡിയോ ഫെയിലായി പോയിരുന്നു, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി പറയാണ് ആശയിൽ സന്തോഷിപ്പിൻ. എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആശ? എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആശ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കൊളോസ്യ ലേഖനം 1-27 വാക്യം എടുക്കാം. കൊളോഷ്യൻസ് chapter 1 verses 27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. To whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope. നമ്മുടെ പ്രത്യാശ എന്ന് അല്ലെങ്കിൽ നമ്മുടെ ആശ എന്ന് പറയുന്നത് ക്രിസ്തു എന്നിലായിരിക്കണം. അതിൻ്റെ കൂടെ ക്രിസ്തുവിനുള്ള സകലവും നമുക്കുണ്ട്. ഈ കാര്യം ശരിക്കും മുറുകെ പിടിക്കുക. ഈ ഒരു വാക്യം വളരെ ശക്തമായി നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിലിരിക്കണം. വിച്ച് ഈസ് ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ്. എൻ്റെ പ്രത്യാശ, എൻ്റെ ആശയെ ഞാൻ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ക്രിസ്തുവിനുള്ള സകലതും നിങ്ങൾക്കുണ്ട്. ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വർഗത്തിലും ഭൂമിയിലും എന്തും ചെയ്യുവാനുള്ള അധികാരം ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു സർവശക്തനായ ദൈവമായിരിക്കുന്നെങ്കിൽ നിങ്ങളും സർവശക്തനോട് കൂടെ സർവത്തിന്റെയും മീത് ദൈവമല്ല മനുഷ്യരാണ്, പക്ഷെ അധികാരം നിങ്ങൾക്കുണ്ട്. സകലം അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ തലയായിരിക്കുന്ന അവയെങ്കിൽ നിങ്ങൾക്കും സകലവും കീഴ്പ്പെട്ടിരിക്കും. അതേപോലെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഇതുവരെ പറഞ്ഞൊക്കെ അനുഗ്രഹത്തിന്റെ കാര്യങ്ങളാണ്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞുകൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്ക വേണം മറ്റൊരുവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപക്ഷെ കഷ്ടം സഹിക്കേണ്ട അനുഗ്രഹവും വരം കൂടെ അതിന്റെ കൂടെയുണ്ട്. അപ്പൊ ക്രൈസ്റ്റ് ഇൻ മീ, ആശയിൽ സന്തോഷിക്കണമെങ്കിൽ ഞാൻ എന്തിനാണ് ക്രിസ്തുവിലായിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം എന്താണ്? ഇതെനിക്ക് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ആശയിൽ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 12 1-2 വാക്യങ്ങളൊന്ന് വായിക്കണം. ആകിയ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചെന്ന് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താ? അവനുള്ളതൊക്കെയും തന്നെത്താൻ ഒഴിച്ചു വെച്ചിട്ടാണ് അവൻ വന്നത്.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എനിക്ക് നിന്റെ അടുക്കുണ്ടായിരുന്ന മഹിമയിലേക്ക്, മഹത്വത്തിലേക്ക് എന്നെ തിരികെ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അവന് പുതുതായിട്ട് കിട്ടാനൊന്നുമില്ല. പുതുതായിട്ട് കിട്ടിയത് സ്വർഗത്തിന്റെ ഭൂമിയിലുള്ള സകല അധികാരം അവന് കിട്ടി. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലല്ലായിരുന്നോ? ആ താക്കോൽ അവൻ പിടിച്ചെടുത്തു. അങ്ങനെ കുറെ അധികാരങ്ങൾ സേറ്റാൻ മനുഷ്യനിൽ നിന്ന് പിടിച്ചെടുത്തത്. ദൈവം കൊടുത്തതല്ല, മനുഷ്യന് കൊടുത്തിരുന്ന അധികാരങ്ങൾ അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സേത്താൻ പിടിച്ചെടുത്തതും, ലൂസിഫറിന്റെ മേലുണ്ടായിരുന്ന നല്ല കാലത്ത് നല്ല ഗുരുവായിരുന്ന സമയത്ത് അവനിൽ നിക്ഷിപ്തമായിരുന്ന അധികാരങ്ങളും അവനെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിടിച്ചെടുത്ത അധികാരങ്ങളാണ് പിശാചിന്റെ പ്രവൃത്തികളായി പോലല്ലോ ദൈവപുത്രന് വെളിപ്പെട്ടത്. 1 യോഹന്നാൻ 3:9 വാക്യം പ്രകാരം ക്രിസ്തു പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് ക്രിസ്തുവിന്റെ ശരീരം പോകുന്ന സഭയ്ക്ക് പറയാം, മനുഷ്യ, നീയാണ് ഈ ഭൂമിയെ ഭരിക്കേണ്ടത്. ആകാശത്തിന് പർവ്വജാതി സമുദ്രത്തിലും മത്സ്യം സകല ജനായിരത്തിന് മേൽ ഭരിക്കേണ്ടവൻ നീയാണ്. ഇതാണ് നിന്നെ കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ. അധികാരം തന്റെ ശരീരം, ക്രിസ്തു തലയായിരുന്ന ശരീരമായിരുന്ന സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡോക്ടറിനാണ് ഞാനീ കിടന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താ? തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് പകരമായിട്ട് പ്രായശ്ചിത്തമായി അവരെ വീണ്ടെടുക്കാൻ ആവശ്യമായ ദൈവനീതിക്ക് പൂർണ്ണ എത്തി വരുന്ന പ്രായശ്ചിത്തമായി തീരുക. എങ്ങനെ എന്നെ നിങ്ങളെ വീണ്ടെടുക്കാമെന്നുള്ള സന്തോഷം അവന്റെ ഹൃദയത്തില്. അപ്പോൾ ആശയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് നമ്മളിവിടെ സ്തോത്ര റോമാലേഖനത്തിൽ പഠിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ ആശ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. വിസ കിട്ടുവാനോ, രോഗം മാറുവാനോ, കള്ളുകുടി മാറുവാനോ, ഇന്നൊരു 40 വർഷത്തോളം പെന്തിക്കോസ്ത് ചർച്ചിനകത്ത് ശുശ്രൂഷകനായതിനെ ഒരു I2Iന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നു. മലർന്നു കിടന്ന് തുപ്പാന്ന് പറയും. മലർന്നു കിടന്ന് തുപ്പ. അദ്ദേഹത്തോട് ചോദിച്ചാൽ എങ്ങനെയാ വിശ്വാസം മാർഗത്തിൽ? കള്ളുകൂടിയായിരുന്നു, കള്ളുകൂടി മാറാൻ വന്നത്. കള്ളുകൂടി മാറാൻ വന്നതോടൊന്നും വീണ്ടും ജനനം പ്രാപിക്കുകയില്ല. വീണ്ടും ജനനം പ്രാപിക്കുന്നവർ ഒരുവൻ I2Iക്കാരൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് പോവുകയില്ല. ഞാൻ മലർന്നു കിടന്ന് തുപ്പിയാൽ എൻ്റെ ദേഹത്ത് തന്നെയാണ് വീഴുന്നത്. നമ്മൾ സംശയിച്ചതല്ല. കാരണം എന്താ പറയുക, ആശ വേറെയായിരുന്നു. അതിനൊപ്പം കഷ്ടത വന്നപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ കഷ്ടത എന്തിനാണ്? അതൊരു വരമാണ്. എന്നെ ക്രിസ്തുവിനോട് അത് സദൃശ്യരാക്കി തീർക്കാൻ, എന്നിലോട്ടുള്ള ഡ്രോസിനെ, കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തി തന്ന് എനിക്ക് തന്നിരിക്കുന്ന കഴിവിനാൽ അതിനെ ഉപേക്ഷിച്ച് അവിടെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിൽ കഷ്ടത എന്ന് മനസ്സിലാക്കിയിട്ട്, യെസ്, അവിടെ ഈ കഷ്ടതയിൽ എനിക്ക് യേശുവിനെയാണ് കിട്ടുന്നത്, പുനരുദ്ധാന ശക്തിയാണ് കിട്ടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആശയെ സന്തോഷം. അപ്പൊ ആശ എന്തായിരിക്കണം? ക്രൈസ്റ്റ് ഇൻ മീ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു എന്നിൽ. അതിൻ്റെ കൂടെ കഷ്ടതയുണ്ട്, അതിൻ്റെ കൂടെ പുനരുദ്ധാന ശക്തിയുണ്ട്. ഗെത്സമനയിൽ കൂടെ പോയി എല്ലാവരും നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടവനായി ആരുടെ രക്ഷിക്കാൻ വേണ്ടി വന്നു? അവന്റെ കൈകളെ തന്നെ കർണത്ത് അടികൊണ്ട് മുതുക് അടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, രോമം പറിക്കുന്നവർക്ക് കവിളേൽപ്പിച്ചു കൊടുത്തു, നിന്ദിക്ക് പരിഹാസത്തെ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യർ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു. ഇതൊക്കെ നമ്മളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആശയിൽ സന്തോഷിപ്പേൻ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ. ആശ പെർഫെക്റ്റ് ആകാത്തോണ്ട് കാണുക, അല്ലെങ്കിൽ ആശ ഡിഫറെന്റ് ഫോക്കസിലാണ്. എന്തുകൊണ്ട് സംഭവിച്ചത്? അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉപദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിന്ന വരുമ്പോൾ അകത്തിരിക്കുന്ന കൊമ്പ് തലപൊക്കുന്നത്. അതുകൊണ്ടാണ് പട്ടിണി വരുമ്പോൾ പിറുപിറുപ്പ് വരുന്നത്. അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ കാരണം കണ്ടു കിട്ടുന്നില്ല. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ, എന്താണ് ഈ വിഷയം? എന്താ ഈ വിഷയം? എന്തിനാണ് ഇത് വന്നിരിക്കുന്നത്? കർത്താവേ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലുണ്ടാകണം. അപ്പോൾ ആശയിൽ സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ വായിൽ പെറുപെറുപ്പ് വരും, നിന്ന വരും, ശത്രു ചോദിക്കും. 42-ാം സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച അസ്ഥികളെ തകർക്കത്തക്ക വേണം. പഴയ നിയമത്തിലെ വിശ്വാസി പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അസ്ഥികളെ തകർക്കത്തക്ക വേണം. എങ്ങനെയെങ്കിലും ദൈവ കുടുംബത്തിൽ ജനിച്ച് അവനോട് പുത്രനോട് സ്വരൂപത്തിലേക്ക് അനുരൂപനായി വന്നുകൊണ്ടിരിക്കുന്നവരെ എത്രമാത്രം ശത്രുവിന്റെ താളം കടിക്കാൻ നോക്കും. എന്റെ ആശ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ. ഈ ആശ പെർഫെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലാത്തടത്ത് പെറുപെറുപ്പ് വരും. ഇനി പെറുപെറുപ്പ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കർത്താവ്, എനിക്ക് മനസ്സിലായി, എനിക്ക് ആശയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് അക്നോളേജ്, എനിക്ക് മനസ്സിലായി, ക്രിസ്തുവിന് വിശ്വസിച്ചിട്ട് സൗജന്യമായി കിട്ടേണ്ട നീതീകരണത്തിൽ കൃപയിൽ ഞാൻ വളർന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ശിശുവാണ്, ഇപ്പോൾ ഞാൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ.
ഇപ്പോൾ ഞാൻ പാമ്പ് കെട്ടിക്കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. ആരെങ്കിലൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആരെങ്കിലൊക്കെ എനിക്ക് വേണ്ടി മധ്യസ്ഥ നിന്നാലും എനിക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ആശയിൽ എനിക്ക് സന്തോഷമല്ല, പിറുപിറുപ്പ് വരുന്നുണ്ട്. കർത്താവേ, ഇത് മാറിക്കിട്ടണം. എനിക്ക് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വാഴണം. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി സ്വർഗത്തിൽ വാഴുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി എന്നിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി വാഴണം. ഇത് സാധിക്കുന്നു, ഇന്നും സാധിക്കും. ഇത് കഥ പറയുന്നതല്ല, തിയറി പഠിപ്പിക്കുന്നതല്ല, പ്രാക്ടിക്കൽ അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. അപ്പോൾ ആശയിൽ സന്തോഷിക്കാൻ പറ്റിയാൽ അടുത്ത വാക്യം പറയാണ്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കാൻ പറ്റും. അപ്പൊ സഹിഷ്ണുത പറ്റുന്നില്ലെങ്കിൽ എന്താ കാര്യം? നീ വിശ്വാസത്തിൽ വീണു പോയെന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് ഇനിയും രൂപാന്തരം പ്രാപിക്കേണ്ടതുണ്ട്. എനിക്ക് സൗജന്യമായ നീതീകരണത്തിൽ ഇനിയും കുറച്ചുകൂടി വളരാനുണ്ടെന്ന് വളരാൻ പറ്റാതിരിക്കുന്നത് എന്നിൽ അല്പമായിട്ടുള്ള ഡ്രോസ് ഉണ്ട്, അല്പമായിട്ടുള്ള സ്വസ്നേഹമുണ്ട്, അല്പവിശ്വാസമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഞാൻ ക്രിസ്തുവിനല്ല ആശ്രയിക്കുന്നത്. ഞാൻ മരണത്തെ ഭയക്കുന്നുണ്ട്, ഈ ശരീരത്തിൽ ഞാൻ വേർപെടാൻ ഭയക്കുന്നുണ്ട്, അല്പമായിട്ട് ഞാൻ ലോകത്തിലോട് ചേരുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. കർത്താവ് എനിക്ക് മനസ്സിലായി, ഇതാ ഞാൻ ലോർഡ്, എനിക്കത് വേണ്ട, എനിക്ക് നിന്നെ വേണം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വരണം. ഇത് ദൈവത്തിന്റെ ആത്മാവ് ഓരോരോ സമയത്തും നമുക്ക് വെളിപ്പെടുത്തും. ഇങ്ങനെയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മളെ ദൈവത്തിന് വേണ്ടി വേർപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരുന്നത് പോലെ വിശ്വസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കുറെ നീതിയെ നമുക്ക് അങ്ങോട്ട് പകരല്ല ചെയ്യുന്നത്. വി ഹാവ് സംതിങ് ടു ഡു. ഭയത്തോടും വിറയിലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ സമയത്ത് തരുന്ന സമയത്ത്, നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്ന സമയത്ത് പിറുപിറുക്കേണ്ട, കർത്താവ് എനിക്ക് മനസ്സിലായി, ഞാൻ ഇതാണ്, ലോർഡ് ഫോർഗിവ് മീ, ക്ലീൻ മീ. നിന്റെ പ്രാശ്ചിത്തം എനിക്കാണല്ലോ, ആ പാതാളത്തിൽ കിടന്ന് നീ വെന്തെരിഞ്ഞത് എനിക്ക് വേണ്ടിയാണല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം, നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. ഞാൻ കൈവിട്ട് വേണ്ടി പോകുന്ന സ്ഥാനത്ത് അവൻ ഞാൻ കോടി വർഷങ്ങൾ ദൈവത്തോട് കൈവിട്ടു പോയി. നിത്യമായ നരകത്തിൽ വെന്തെറിയേണ്ട സ്ഥാനത്ത് അല്പസമയം പുത്രനെ കൈവിട്ട ദൈവസ്നേഹം എന്നെ ഒന്ന് പകർന്നാട്ടെ. വി വിൽ ബി പെർഫെക്റ്റ്, റീഇൻസ്റ്റേറ്റഡ് ആവും. അടുത്ത് പറയാണ് പ്രാർത്ഥനയിൽ ഉറ്റുരുപ്പി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പ്രാർത്ഥന. ഇത് ഇപ്പൊ പോയി പ്രാർത്ഥന ഫസ്റ്റായി. തരണേ 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 തരണേ. ഇത് കത്തോലിക്കൻ്റെ കൊന്ത ചെല്ല് പരിപാടിയാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നാം യാചിക്കുന്നത് എന്ത് ആവശ്യമെന്ന് അറിയുന്ന നമ്മുടെ സ്നേഹിക്കുന്ന പിതാവാണ്. തത്സമയത്ത് നിന്റെ ട്രാക്ക് ശരിയാണോ, നീ ചോദിക്കുന്നത് നനയ്ക്കുന്നത് പരമായിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. നിന്റെ ട്രാക്ക് ശരിയായാൽ മതി. സ്തോത്രം, സ്തോത്രം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ എന്തിനു വേണ്ടിയാ? അവിടെ ആവശ്യം, ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ദാനം ചെയ്തവൻ ഏകാഗ്രതയോടെ ആയിരിക്കട്ടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യെരുശലേമിലെ അപ്പസ്തോലന്മാർക്ക് ഒരു ക്ഷാമം വന്ന സമയത്ത് അപ്പസ്തോലനായ പൗലോസ് മക്കെദോന്യയുടെ സഭകളോടൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫിലിപ്പി സഭയുടെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു കളക്ഷൻ നടത്തി അവിടെ മുട്ടുള്ളവർക്ക് വേണ്ടി കൊടുത്തയച്ചിരുന്നു. അതാണ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിലുള്ള കൂട്ടായ്മ. ദശാംശം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഉപദേശമല്ല. അല്ലെങ്കിൽ റോൾസ് റോയ്സിന്റെ കാറോ അല്ലെങ്കിൽ BMW കാറ് മേടിക്കാനുള്ള നീ 10 തന്നാൽ 100 കിട്ടുന്ന ഉപദേശമല്ല. കാരണം പക്ഷേ ഇങ്ങനെ ചിറകടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിനക്ക് എത്തി വാരി കൂട്ടത്തൊക്കെ വേണം. ഏറ്റവും കുറച്ച് പറിക്കവൻ 10 പറ വാരി എന്നാ പറയുന്നത്. അപ്പൊ അധികം പറിക്കുന്നവരോ ഈ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പറിക്കവന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നല്ല മിടുക്കന്മാർ സ്വിസ് ബാങ്കിൽ വരെയും ഡെപ്പോസിറ്റ് ചെയ്യാന്നൊക്കെ പറക്കി കൂട്ടും. ഇതെല്ലാം നരകത്തിലേക്കുള്ള ഉപദേശങ്ങളാണ്. നിനക്ക് എന്താവശ്യം? പട്ടിണിയാണ് ആവശ്യം. നിന്റെ സോളിനെ നിയന്ത്രിക്കാൻ പട്ടിണിയാണ് ആവശ്യം. ഗോഡ് വിൽ ഗിവ്. അത് നല്ലതാ. ആശയം സന്തോഷിപ്പിക്കും. നിന്റെ എന്താ പറഞ്ഞ പ്രൗഢിനെ, മേധസ് തിന്നുന്ന സ്വഭാവത്തെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ കർത്താവ് 4 പേരെ കൊണ്ട് ദാവീദിന് ശിമയെ നിന്ദിച്ചതുപോലെ കൽപ്പന കൊടുക്കും. ശിമയെ ദാവീദിനൊന്ന് ശപിക്കുകയും. അപ്പൊ അടുത്ത് നമ്മൾ വരുന്നുണ്ട്. ഇതിലെ ചർച്ചനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം.
അപ്പോൾ ഇതെല്ലാം എന്നിലുള്ളതായിട്ടുള്ള ഡ്രോസിന് എനിക്ക് വെളിപ്പെടുത്തി തരാനാണ്. മറ്റൊരു എന്നെ ശപിക്കുമ്പോഴും നിന്ദിക്കുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എന്താണ്? ഞാൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവനാണോ ഇല്ലയോ, പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മൾ ഉപദ്രവിക്കാനല്ല. നമ്മുടെ തലയിൽ നിന്ന് വീണ് കിടക്കുന്ന രോമത്തിന്മേ പോലും തൊടുവാൻ ശത്രുവിന് അവകാശമില്ല. അത്രയും വിലയേറിയതാണ് അറ്റോൺമെന്റ്, പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഡിവൈൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തു പൂർണ്ണ അനുസരണമുള്ളവനായതുകൊണ്ട് ക്രിസ്തുവിന് കിട്ടേണ്ട സംരക്ഷണവും അനുഗ്രഹവുമാണ് ക്രിസ്തു വിശ്വസിക്കുന്ന ദൈവ കുടുംബത്തിൽ ജനിച്ചൊരു ദൈവ പൈതലിന് കിട്ടേണ്ടത്. പക്ഷെ നമ്മെ അവനോട് സദൃശ്യന്മാരാക്കി തീർക്കാൻ ചില വഴിയിൽ കൂടെ, ചില ട്രാക്കിൽ കൂടെ കൊണ്ടുപോയി നമ്മളിലുള്ള ഡ്രോസ്, കുറവുകൾ, കിട്ടം, ഡ്രോസ് എന്ന് പറഞ്ഞാൽ കിട്ടം എടുത്തു കളയേണ്ട ആവശ്യകതയുണ്ട്. ഒത്തിരി ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്കൻ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. കിട്ടം മാറിപ്പോകുന്നില്ല. ഉരുക്കുന്തോറും കിട്ടം മാറിപ്പോകുന്നില്ല. അപ്പോൾ പറയും ഇത് കറക്കൻ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഇത്രയും വരെ പറഞ്ഞത് ചർച്ചിനകത്ത് നടക്കേണ്ട കാര്യമാണ്. ഇനി കുറച്ച് വരുന്നത് ഈ ചർച്ച് മെമ്പേഴ്സ് സാമൂഹിക തലത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതൊക്കെ വരണമെങ്കിൽ ചർച്ച് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് തമ്മിലുണ്ടാകുന്ന റിയാക്ഷൻ എന്താണ്? ശപിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. കുറച്ച് വില കൊടുക്കേണ്ടി വരും. അതിന് ഫുൾ നീതീകരണം കിട്ടണം. കർത്താവ് നീ കൽപ്പിച്ചിട്ട് അവർ ചെയ്യുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ നിൻ്റെ ഉള്ള കയ്യിലായിരിക്കുന്നത്. നിന്റെ നീതിയാണ് എനിക്ക് കണക്കിടുന്നത്. അവരെന്നെ കുറിച്ച് എന്തും പറയട്ടെ, നിന്റെ നീതിയാണ് എനിക്ക് കണക്കിട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഏകദേശം നമുക്ക് രൂപരേഖ കിട്ടിയെന്ന് മനസ്സിലായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആരും തന്നെ 100% അല്ല, ഞാൻ 100% അല്ല. പക്ഷേ ഈ മാർഗത്തിലൂടെ കർത്താവ് നമ്മളെ നടത്തുന്നുണ്ട്, നിങ്ങളെയും നടത്തുന്നുണ്ട്. അവിടെ എവിടെയും കുറവുകൾ നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ ജസ്റ്റ് അക്നോളേജ്, ലോർഡ് എനിക്ക് മനസ്സിലായി ഇതിൽ കുറവുണ്ട്, എനിക്ക് നിന്നെ വേണം. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ലക്ഷ്യം. ഐ നീഡ് ഹിം, ഐ നീഡ് യു ലോർഡ്, ഐ നീഡ് യു. നീ എന്നിൽ വസിച്ചാൽ മാത്രമേ നിന്റെ നല്ല പ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത ഹ്യൂമൻ നേച്ചറിനെ പറയുന്നതാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറയുന്നതാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനെ നീക്കി കളഞ്ഞിട്ടില്ല. അപ്പം അതിനെ ഓവർകം ചെയ്യണം. എന്ത് വേണം? മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഡോമിനേറ്റ് ചെയ്യണം. കർത്താവ് വചനങ്ങളെ നമ്മളെ ശക്തീകരിക്കട്ടെ, നമ്മളെ ഈ പാതയിൽ നടത്തട്ടെ, അതിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതനായി സ്തോത്രം. ശബ്ദം കേൾക്കുന്ന ജനത്തോട് കർത്താവ് കൃപ തോന്നി നിന്നിൽ പൂർണ്ണരായി തീരുവാൻ തക്കവണ്ണം, പുത്രനോട് സദൃശ്യന്മാരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം വളർന്നു വരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരുവാൻ നിന്റെ കൃപയാൽ വളർത്തുമാറായെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപമേൽ കൃപ പെരുകട്ടെ. ഞങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ അത് അക്നോളജ് ചെയ്യുവാൻ, തർക്കിക്കുവാനല്ല, അക്നോളജ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. അവിടെ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുവാൻ കർത്താവിനെ ആക്കിയാട്ടെ. എൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ മഹാരാജ്യത്തെ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വം എടുത്താട്ടെ. ഭൂരാജ്യക്കാന്മാർക്ക് അധിപതിയായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ തന്നെ